ഹായ് നമസ്കാരം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ ടൊമാറ്റോ ചട്നി. ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലതാണ് ടൊമാറ്റോ ചട്നി. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സവാള ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള എടുക്കാം നമുക്ക്. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 ടൊമാറ്റോ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. നല്ല പഴുത്ത പുളിയുള്ള ടൊമാറ്റോ എടുക്കണം. ഇതെല്ലാം ഇതേപോലെ കഷ്ണങ്ങളാക്കി വെക്കാം. ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിയാൻ ഉള്ളിയും ടൊമാറ്റോയും ഇതേപോലെ കഷ്ണങ്ങളാക്കിയാൽ മതി. തീരെ നേർത്ത കഷ്ണമൊന്നും ആക്കണമെന്നില്ല. ഇനി ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത് കേട്ടോ. ഇതിലേക്ക് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. തക്കാളി നല്ലപോലെ വഴലണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. നന്നായിട്ടൊരു 5-10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വഴണ്ട് വരും. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ജ്യൂസ് പോലെ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളത് തണുക്കാൻ വയ്ക്കാം. നന്നായിട്ട് തണുപ്പിച്ച ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അരച്ചെടുത്ത ശേഷം അത് കഴുകുന്ന ആ കുറച്ച് വെള്ളമേ നമ്മൾ എടുത്താൽ മതി. ഇത് വെള്ളമില്ലാതെ അരച്ചെടുത്ത് വെച്ചിരിക്കുക. ഇനിയും ആ ചീനിച്ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കറിവേപ്പില, കടുക്, വെറ്റൽമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വേറെ പാനായാലും കുഴപ്പമില്ല കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി ഇത്രയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ടിട്ട് ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല അടിപൊളി ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. നല്ല ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർക്കാം, ഉപ്പൊക്കെ കറക്റ്റാക്കാൻ, എല്ലാം ടേസ്റ്റ് കറക്റ്റാക്കാൻ. ഇതേ കണ്ടില്ലേ, നല്ല സ്റ്റൈലൻ ചട്നിയാണ് അത്.